എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഈ പെൺകുട്ടികളായിട്ടായിരുന്നു കൂടുതൽ അടുപ്പം. എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും അവര് എന്നെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യില്ല കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി. അന്ന് കുറേ വർഷം വരെ ഞാൻ ചിന്തിച്ചിരുന്നത് എനിക്ക് അവളോട് പ്രണയം, അവൾക്ക് എന്നോട് പ്രണയം എന്നാണ്. പക്ഷെ പിന്നീട് വലുതായപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ഏറ്റവും നല്ല സൗഹൃദമായിരുന്നു അത് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്ന സമയങ്ങളിൽ ഈ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ലവ് ലെറ്റർ എന്റെ കൊണ്ടു തരുമ്പോൾ എന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും മനസ്സിലായി, നമ്മൾ പ്രതികരിക്കില്ലേ? അപ്പോൾ ആ പ്രതികരണത്തിൽ കുറച്ച് കൂടിപ്പോയി. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് വാക്കുതർക്കം വന്നു. ഇതിൽ അവിടെ തന്നെ ഒരു ക്ലബ്ബുണ്ട്. വരുമ്പോൾ ചേട്ടന്മാർ കയറി വന്നു. ഒരാൾ എൻ്റെ മുഖത്തൊരു അടി അടിച്ച്. അപ്പോൾ ആ സങ്കടമാണ് എൻ്റെ കൂടെയുള്ള ഇത്രയും പേര് മുമ്പിൽ എനിക്കൊരു അടി കിട്ടിയതിൻ്റെ സങ്കടത്തിൽ കരഞ്ഞു ഞാൻ പറഞ്ഞാണ്, നീ നിന്റെ ചേട്ടന്മാരെ കൊണ്ട് എന്നെ തല്ലിച്ചു. നീ ആണാണെങ്കിൽ നീ എൻ്റെ ഏരിയയിലേക്ക് വാ, അപ്പോൾ കാണാം, ഒറ്റക്കൊറ്റക്ക് വാടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കിപ്പോഴും. ആരാണെങ്കിൽ ഒറ്റക്കൊറ്റക്ക് വരട്ടെ എന്നുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ നമ്മൾ ആ ദേഷ്യത്തിൽ സങ്കടത്തിൽ പറയണേ, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വന്നു ആള് കൂട്ടി വന്നു. ആള് കൂട്ടി വന്നപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടില് വെള്ളം കുടിച്ചോണ്ട് എനിക്കന്ന് ഒരു 16 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, അനീഷേ ഓടിക്കോ, അവന്മാര് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കാരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെയുള്ള അപ്പൂപ്പനാണ്. അപ്പൂപ്പന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? അപ്പോൾ ഓടി ഓടിച്ചിട്ടും കാര്യമില്ല, കാരണം വീട്ടിൽ വന്ന് എന്തെങ്കിലും വിഷയം ഉണ്ടാവും. ഞാൻ റോഡിലേക്ക് ചെന്നു. റോഡിലേക്ക് ചെന്നിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവരെല്ലാം കൂടി തന്നെയാണ്. അപ്പോൾ എന്നോടൊരു കൂടെയുള്ള ഒരുത്തരം പറഞ്ഞാണ്, അനീഷ് ഓടിക്കും, അവൻ്റെ ചേട്ടൻ കത്തിയായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കത്തിയായിട്ടാ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ എൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിലേക്ക് ഒരു കത്തി കയറുന്ന അനുഭവം ഉണ്ടല്ലോ. അതായത് അപ്പോൾ ഞാൻ കാണുന്നുണ്ട്, വന്നെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പോൾ എനിക്കറിയാം ആരും എന്നെ സഹായിക്കില്ല. ഞാൻ ഇടികൊള്ളുന്നത് നോക്കി കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഓടണമെന്നുണ്ട്, കൈയും കാലം അനങ്ങനെ, ആരും സഹായിക്കാനില്ല. ഓടാനുള്ള ശേഷിയില്ല. ഇത് സ്തംഭിച്ചു പോയി. പക്ഷെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പ്രതികരിച്ചു. പക്ഷെ അത് അവിടെ കൊണ്ട് നിന്നില്ല. ഇല്ല, ഞാൻ ആ സ്റ്റമ്പ് കൊണ്ട് അവനെ തിരിച്ചാക്രമിച്ചു. കാരണം ഇവന് ചേട്ടനാ കത്തിയായിട്ട് വന്നവനാ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കൊല്ലമായിട്ട് നീണ്ടുപോണ കാര്യങ്ങളാണ്. ഈ ഒരു കൊല്ലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ അവരാണോ തോറ്റത്? അവർ പോയോ അതോ? നശിപ്പിച്ചു കളഞ്ഞ്, ആ ഏരിയ കംപ്ലീറ്റ് നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്ക്.